ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു ചാലഞ്ചും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് കുഞ്ഞിനെ വിഷ് ചെയ്തേ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതേ നമ്മൾ കുഞ്ഞൻ ബർത്ത്ഡേ ആണ് കുഞ്ഞൻ്റെ. അപ്പോൾ നമ്മൾ വിചാരിച്ച് കേക്ക് കട്ടിങ്ങൊക്കെ കേക്കൊക്കെ രാത്രി വരുള്ളൂ. രാത്രി മീൻസ് ഒരു 6 മണിയൊക്കെ കേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ രാത്രി കട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു 6:30 ആകുമ്പോൾ 6:30 ആകുമ്പോൾ കേക്ക് കട്ടിയാന്ന് വിചാരിച്ച്. 6:30 സോറി ഗൈസ്. ഇപ്പം നമ്മൾ പള്ളിയിൽ പോകണേ. രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല, പരീക്ഷയായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി വന്നേക്കണാണ്. അപ്പം നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാനും കുഞ്ഞിനും വെള്ളയൊക്കെയാണ്. കുഞ്ഞിൻ്റെ പുതിയ ടീഷർട്ടാണ് ഗൈസ്. ബർത്ത്ഡേ പുറത്തൊരു ജീപ്പൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് എടപ്പള്ളി പോകാൻ പോകണതാണ് ഗൈസ്. എടപ്പള്ളി പള്ളിയിൽ പോയിട്ട് നമ്മളതൊരു ലുലു മാളിലേക്കും കൂടി പോകുന്നുണ്ട്. ചുമ്മാ വെറുതെ അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ. പിന്നെ ഗൈസ്, കുഞ്ഞിൻ്റെ കുറേ ഗിഫ്റ്റൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ ഇനി വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിത് പോണേണ് ഗൈസ്. ഇതേ കുഞ്ഞിനുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ പള്ളിയിലോട്ട് പോകണേ. നമ്മുടെ അമ്മ കിണ്ണറായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് 3 പേരും വെള്ളത്തിനാണ് ഇറങ്ങിയേക്കണത്. അത് പള്ളിയിലെത്തിയിട്ടാണ് കുട്ടീനല്ലേ. മറ്റേ ചെറിയ ടിപ്പൊക്കെ പള്ളിയിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒന്ന് കുറച്ചേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ നേരെ ലുലു മാളിലേക്ക് പോകണം. അപ്പോൾ കുറച്ചേരം കയറി പ്രാർത്ഥിക്കാം. അതിൻ്റെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ പോയി കണ്ടോ. പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ലുലു മാളിലോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ സമയം വൈകി വിദ്യാലയം കത്തിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ലുലു മാളിലോട്ട് പോകാം. നമ്മളിത് ലുലു മാൾ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണേ. ലുലു മാളിൻ്റെ ഉള്ളിൽ കയറാൻ എന്തിനാണെന്ന് നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം. നമ്മളിങ്ങനെ ബന്ധം നടന്ന് ലുലു മാളിന്റെ എൻട്രൻസിലേക്ക് എത്താൻ പോവുകയാണ് ഗൈസ്. അമ്മയുണ്ട്, സായുണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ ലുലു മാളിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് ഗൈസ്. പാലം. അപ്പൊ ഗൈസ്, നമുക്ക് ലുലു മാളിന്റെ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് കാണാം. ുള്ളിലെത്തിക്കുകയാണ്. ഭീമാകാരമായ ലുലു മാൾ ഗൈസ്. ഭയങ്കര വലിയ ലുലു മാൾ. അവിടെ എന്തോ പരിപാടി നടക്കണ്ടേ ഗൈസ്. പരിപാടി നടക്കുന്നുണ്ട്, പക്ഷേ ഗൈസ് തിരക്കാണ് ഗൈസ്. ഞാനിപ്പോ പടവനടിക്കാൻ പോയി ഗൈസ്. ഭയങ്കര തന്നെയാണ് ഇവിടെ. എന്റെ ഷൂക്ക് ഗ്രിപ്പും ഇല്ല ഗൈസ്. സാവിയോ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാ. തെറ്റല്ലേ? ആദ്യം ഇൻട്രോയിൽ കണ്ടത് സൂപ്പർ അല്ലേ? സൂപ്പറാണോ ഗൈസ്? ഇന്ന് സ്കൂളിൽ ഓടിക്കളിച്ചപ്പോ ചെറുതായിട്ടൊന്ന് ഒരു മരം കൊണ്ടതാ.
അപ്പൊ നമ്മള് എന്തെന്നറിയാതെ മാക്ഡൊണാൾഡ്സിലേക്കാണ്. എന്ത് മേടിക്കാനൊന്നും അറിയില്ല, എന്തോ ഓഫർ ഉണ്ട്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് കയറിയുമ്പോഴാണ് നേരെ നമ്മൾ മാക്കിന്ന് ഇറങ്ങിയേക്കാണ്. മാക്കി നമ്മളൊന്നും മേടിച്ചില്ല കേസ്. അവിടെ എല്ലാവരും ഇച്ചിരി റേറ്റ് ഒക്കെ കൂടുതലാണ്, ചെറിയൊരു സീനുണ്ട്, അതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മാക്ക് ഡെസേർട്സിൽ വന്നേക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് ഐസ്ക്രീം മേടിക്കണം, സെറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്കത് മേടിച്ചിട്ട് വേണം. വാനില നല്ലത്. നമ്മൾ ചോക്ലേറ്റിൻ്റെ മാക്ഡൊണാൾഡ്സ് ഐസ്ക്രീം ഇത് ടേസ്റ്റ് നോക്കും. അല്ല ഇപ്പം തരാം, നല്ല കഷ്ടമാണ് ഇത്. വാനിലും മര്യാദക്ക് കിട്ടുന്നില്ല വീഡിയോ. നമ്മളിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം അവിടെ ഗേറ്റിൻ്റെ അവിടെ എൻട്രൻസിൻ്റെ അവിടെ പറഞ്ഞ് ഹൈപ്പർ മാർക്കറ്റിലെ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അല്ല കേട്ടോ, രസമാണ്. ഫുഡ് വന്നിരിക്കുകയാണ്. ഫുഡിലെ ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡ് സെക്ഷനിൽ വന്നിരിക്കുകയാണ്. അമ്മ പറയുന്നത് ഇവിടുത്തെ ഫുഡ് നല്ലതാണ്, സായോൺ പറയുന്നത് ഇവിടുത്തെ ഫുഡ് നല്ലതല്ല. ആരുടെ വിശ്വസിക്കണമെന്ന് എനിക്കറിയാതെ ഞാനിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്നു. ഞാൻ ഒരു മണ്ണം തന്നെ. പക്ഷെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ. അങ്ങനെ തർക്കങ്ങൾക്കൊടുവിൽ നമ്മളൊരു ഇത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മൾ മലബാർ സ്പൈസി ചിക്കൻ ഷവായ എടുക്കാനാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ വേറെ അവിടെ ഷവായ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ സലാഡ് മേടിച്ച്, സലാഡ് ഇത് കാണിച്ച ഇത് മേടിച്ചപ്പോൾ ഇതിലും മൂടിയില്ല കേസ്. ഇത് നമുക്ക് എന്താണെങ്കിലും ഇഷ്ടമുള്ള കോൺ എടുക്കാം, മാക്രോണി എടുക്കാം, പാസ്ത എടുക്കാം, ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം. ഇപ്പം പക്ഷെ അത് അതിൻ്റെ മൂടി കാണാനില്ല, അതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മൂടി ഒന്ന് കണ്ടുപിടിച്ചിട്ടും വരാം. ഓക്കെ, നമ്മൾ സമീപം പോയിരിക്കുകയാണ്. ആ ബിൽ കൗണ്ടറിൽ തന്നെയാണ് അത്. ആ മൂടി അടച്ചിട്ട് കൊടുക്കും. പക്ഷെ നമ്മൾ സമീപം പോയി നമ്മളത് തപ്പിക്കൊണ്ടാണ്. ഇവിടെ വെയിറ്റ് അനുസരിച്ചാണ് കേട്ടോ പൈസ. മറ്റേ സാലഡിന് ബാക്കി എല്ലാത്തിനും റേറ്റ് ഉണ്ട്. നമ്മുടെ അമ്മ ഇത് ബന്ധം നടന്നു പോകുന്നു. നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണെന്നാണ് തോന്നുന്നത്. വേറെ എന്തെങ്കിലും കണ്ടാൽ അതി പിടിച്ചിങ്ങനെ നിൽക്കും. നമുക്ക് നൈസായിട്ട് ഇവിടെ നടക്കാം. നമ്മൾ ലുലുമാളിയിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ നമുക്ക് വിളിച്ചിട്ടുണ്ട് കേക്ക് മുറിക്കാനുണ്ട്. അപ്പോൾ തന്നെ സമയം ഭയങ്കര 7:47 7:30. അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആവും ചെല്ലുമ്പോൾ. വേറൊരു കടയിൽ കൂടി പോയിട്ടാണ് നമുക്ക് വീട്ടിലേക്ക് പോകാൻ. അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് ഓട്ടോറിക്ഷ നോക്കാനുണ്ട്. ഇപ്പോൾ ലുലുമാളിൽ ഓണം പ്രമാണിച്ച് നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് പർച്ചേസൊക്കെ ചെയ്യുക. ഫാമിലിയായിട്ട് വന്ന് ഹാപ്പിയായിട്ട് പർച്ചേസ് ചെയ്തിട്ടൊക്കെ പോവാം. അത്രയുള്ളൂ. ഞാൻ വണ്ടി എടുത്തല്ലേ, അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട്. ആകെ ചെല്ലാം. നമ്മൾ പോണ വഴിക്കത്തുള്ള വഴിയോര കാഴ്ചകളൊന്നും കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴി അറിയാൻ പാടില്ല, ഗൂഗിൾ മാപ്പ് ഇടണം. അതുകൊണ്ടാണ്. അപ്പം ടാറ്റ ബൈ ബൈ. അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കുബാബ മന്തിയിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗീസ്. സെറ്റ് മന്തികളും അൽഫാമുകളും എല്ലാം കിട്ടും. കിട്ടുന്ന ടേസ്റ്റുള്ള സാധനങ്ങളെ മാത്രം കിട്ടുള്ളൂ. റേറ്റ് അത്യാവശ്യം കുറവാണ്. ആംബിയൻസ്
അപ്പോൾ ഈ നമ്മൾ അമ്മയും സാവിയോടും ബന്ധം വന്നിരിക്കുന്നു. യെസ് വ്ളോഗി മമ്മ പറ എന്താണ് വ്ളോഗേഴ്സിനോട് പറ. എനിക്ക് പറയാൻ പറ്റും. മന്തി കഴിക്കാൻ എനിക്കല്ല ആഗ്രഹം, സാവിയോനാണ് ആഗ്രഹം. എനിക്ക് മന്തി അത്ര ഇഷ്ടമല്ല, എന്നാലും കഴിക്കും, അത്രേ ഉള്ളൂ. ഗീസ് ഇതിൻ്റെ റിയാലിറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ വീട്ടിലെത്തുമ്പോൾ. അങ്ങനൊന്നുമില്ല, എനിക്ക് കഴിക്കാൻ തോന്നിയാൽ കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അത്ര ഇഷ്ടമുള്ളതൊന്നുമല്ല മന്തി. സാവിയോണ്ണും കുഞ്ഞിനും ആ മന്തിയുടെ മേലെ കമന്ന് വീഴുന്നു. വെയിറ്റ് ഞാൻ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തരം വരാം. അപ്പോൾ ഗീസ് അവിടെ എല്ലാവരും ഇരുന്ന് കഴിക്കണേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ എല്ലാവർക്കും വിശാലോട്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതിനൊക്കെ എന്താ പറയാനുള്ളത്? ഫീസ് ഒന്നും പറയാനില്ല. അപ്പോൾ ഗീസ് മോയെ മോയെ അപ്പൊ guys, നമ്മള് നേരെ ഇനി വീട്ടിലേക്ക് പോണേ. നമ്മള് നേരെ ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുന്ന ഫുഡാണ്. guys, നമ്മ ബീഫ് മന്തി മേടിക്കാനാണ് guys പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോ ഇവിടുത്തെ അൽഫസ് മന്തി മേടിച്ചിട്ടാണ് വന്നേക്കുന്നത്. കാണാൻ നേരെ വീട്ടിലേക്ക് പോണേ. മഴ വേനുണ്ടാകും. കേക്ക് കട്ടിങ് എൻ്റെ വീട്ടിലെത്തിയിട്ട് നേരെ കേക്ക് കട്ട് ആ വീട്ടിലേക്ക് ചെയ്യാം. വീട്ടിലെത്താം.